Okay, friends. So today in our discussion, we are moving on towards audit risk and its assessment. പല സിറ്റുവേഷൻസിനകത്ത് ഞാൻ ഓഡിറ്റ് റിസ്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഓഡിറ്റ് റിസ്ക് ആൻഡ് ഇറ്റ്സ് അസസ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കുക എന്താണ് ഓഡിറ്റ് റിസ്ക്. ഞാൻ ഓൾറെഡി കുറേ ക്ലാസ്സസിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു ഓഡിറ്റ് റിസ്കിനെ കുറിച്ച്. ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഓഡിറ്ററിനെ സംബന്ധിച്ച് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലേ. എന്താണ് ഒബ്ജക്റ്റീവ്? ഹി ഹാവ് ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രീ ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓഡിറ്റർ കറക്റ്റായിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്തു. ഓഡിറ്റർ ഒപ്പീനിയൻ കൊടുത്തു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് കൊടുത്തു. പല പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഉണ്ട്. PwCയുടെ എക്സാമ്പിൾ ഉണ്ട്. സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കേസിനകത്ത്, സത്യം കമ്പ്യൂട്ടേഴ്സ് കമ്പനിയുടെ കേസിനകത്ത് ആക്ച്വലി PwC ഇഷ്യൂഡ് എ ക്ലീൻ റിപ്പോർട്ട്. ഓക്കെ, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് PwC ഇഷ്യൂ ചെയ്തത്. പക്ഷേ ഈ PwC ഒരു ക്ലീൻ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടും വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ഒരു ഫ്രോഡ്, രാമലിംഗം രാജു ഒരു കൺഫെഷൻ നടത്തുവാണ്. ഓക്കെ, നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യനെ തന്നെ ലോകത്തിൽ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു കൺഫെഷനായിരുന്നു, ഒരു കുറ്റസമ്മതമായിരുന്നു. ഞാൻ ഇത്രയും കാലം ചെയ്യുന്നത് മൊത്തം ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് എന്നുള്ള രീതിയിലുള്ളൊരു കൺഫെഷനാണ് മൂപ്പര് നടത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? വിച്ച് മീൻസ് ദാറ്റ് PwCയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വിശ്വസിച്ചിട്ട് ഇരുന്ന ആൾക്കാരൊക്കെ അവിടെ എന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ തന്നെ അവരെയൊക്കെ PwCക്ക് കറക്റ്റായിട്ട് ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. സോ ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഓഡിറ്റർ കൊടുത്തിട്ടുള്ള ഒപ്പീനിയൻ തെറ്റുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കുക. നമുക്ക് നോക്കി നോക്കാം ഓഡിറ്റ് റിസ്ക്. Audit risk refers to risk that an auditor gives an inappropriate opinion. This is a keyword. മനസ്സിലാവുന്നുണ്ടോ? ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഉചിതമല്ലാത്ത ഒരു എന്ത് കൊടുക്കുകയാണ്? അഭിപ്രായം പ്രൊവൈഡ് ചെയ്യുകയാണ്. എപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആവുന്ന സമയത്ത് ഓഡിറ്റർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ് അല്ല എന്നുള്ള ഒരു എന്ത് കൊടുത്തു? ഒന്ന് ഒപ്പീനിയൻ കൊടുത്തു. സോ ദാറ്റ് ഈസ് ഓഡിറ്റ് റിസ്ക്. ഇൻ അതർ വേർഡ്സ്, ദ റിസ്ക് ദാറ്റ് ആൻ ഓഡിറ്റർ ഫെയിൽസ് ടു എക്സ്പ്രസ് ആൻ അപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ എൻറ്റിറ്റി. ശരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആവുന്ന സമയത്ത് വാട്ട് യു ഹാവ് ടു ഡു? മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ആണ്, പെർവാസീവ് ആണെങ്കിൽ യു ഹാവ് ടു ഡു ഈസ് ദാറ്റ് യു ഹാവ് ടു ഇഷ്യൂ ആൻ അഡ്വേഴ്സ് ഒപ്പീനിയൻ. പക്ഷേ ഈ അഡ്വേഴ്സ് ഒപ്പീനിയൻ അല്ല ഓഡിറ്റർ ഇഷ്യൂ ചെയ്ത്. ഓഡിറ്റർ ഇഷ്യൂഡ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നുള്ള രീതിയിൽ ഒരു ക്ലീൻ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കാം. സോ ദാറ്റ് ഈസ് ഓഡിറ്റ് റിസ്ക്. നമുക്ക് നോക്കാം വാട്ട് ഈസ് ഓഡിറ്റ് റിസ്ക്, വാട്ട് ഈസ് നോട്ട് ഓഡിറ്റ് റിസ്ക്, എന്തൊക്കെയാണ് ഓഡിറ്റ് റിസ്കിനകത്ത് കവർ ചെയ്യാത്ത കാര്യങ്ങൾ എന്നുള്ള കാര്യം നോക്കാം. ഫോളോയിങ് ടു ഹവർ ഡസ് നോട്ട് കം അണ്ടർ ദ പെർവ്യൂ ഓഫ് ഓഡിറ്റ് റിസ്ക്. ഓഡിറ്റ് റിസ്കിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. Audit risk does not include risk that auditor may express an opinion that financial statements are materially misstated when actually they are not so. അതായത് എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റർക്ക് തോന്നി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ് എന്ന് ഓഡിറ്റർ കൺക്ലൂഡ് ചെയ്തു. പക്ഷേ ആ സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് അല്ലായിരുന്നു. അല്ലാത്ത സമയത്ത് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട് ആൻ ഓഡിറ്റ് റിസ്ക്. അതൊരിക്കലും ഓഡിറ്ററിൻ്റെ ഓഡിറ്റ് റിസ്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത് എപ്പോഴാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻസിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത്, റിസ്ക്കും കാര്യങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ കേസിനകത്ത് അത്തരം രീതിയിലുള്ള റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യില്ല, ഈ പറയുന്നത് പോലെ തന്നെ വരില്ല. ഓക്കെ, മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ യൂസേഴ്സ് കുറച്ചും കൂടി എന്ത് ചെയ്യും? ശ്രദ്ധ പുലർത്തും. ആൻഡ് TCWG അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ചിലപ്പോൾ ഓഡിറ്ററിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്ത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇങ്ങനെയുള്ള രീതിയിലുള്ള മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ആ രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിട്ട് ക്ലീൻ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തു വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഞങ്ങളുടെ പൈസ സേഫാണ്, ഗവൺമെൻറ് വിചാരിക്കും ഞങ്ങൾക്ക് കിട്ടാനുള്ള ടാക്സ് സേഫാണ്, ക്രെഡിറ്റേഴ്സ് വിചാരിക്കും കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് ഓക്കെയാണ്. അപ്പോൾ ഇവരെയൊക്കെ ബാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിഫൈഡ് ആയിട്ട് ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. സോ ആ ഒരു ഇഷ്യൂ ആണ് ഇതിനകത്ത് വരുന്നത്, ബേസിക്കലി ഓഡിറ്റ് റിസ്കിനകത്ത് വരുന്നത്. Audit risk also doesn't include the business risk of the auditor such as loss due to litigation. Okay, ഒരു കേസ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ്, നെഗറ്റീവ് പബ്ലിസിറ്റി എക്സെട്ര. ഇറ്റ് ഈസ് സംതിങ് വെരി ടെക്നിക്കൽ ആൻഡ് റിലേറ്റഡ് ടു ദ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ക്ലയൻറ്റ്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. മാഗിയുടെ കേസിനകത്ത് മാഗിയിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസിൽ കൂടുതലായിട്ട് ലെഡ് എന്ന് പറയുന്ന ഈ പറയുന്നത് പോലെ തന്നെ മെറ്റലിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ പറയുന്ന ഗുഡ് വില്ലിന് ഒരു ഇഷ്യൂ വന്നു. ഇത് ഓഡിറ്റ് റിസ്ക് ആണോ? ഇത് കാരണം സംഭവിക്കുന്ന കോൺസിക്വൻസസ് ഇത് ഓഡിറ്റ് റിസ്കിൻ്റെ പരിധിയിൽ വരുമോ? ഒരിക്കലും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓഡിറ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ക്ലാരിറ്റി ഉണ്ടോ?
ഓക്കെ, ഇതൊരിക്കലും ഓഡിറ്ററിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. നേരെ മറിച്ച് നേരെ മറിച്ച് എന്നല്ല, ബേസിക്കലി പിന്നെ അതുപോലെ തന്നെ ലിറ്റിഗേഷൻ, ഒരു കേസ് ഉണ്ടായിരുന്നു, കേസ് കമ്പനി തോറ്റു, ഇതൊക്കെ ഓഡിറ്ററിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണോ? കേസ് തോൽക്കോ ജയിക്കോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ ഈസ് നോട്ട് അല്ലേ, ജോത്സ്യനല്ല. നേരെ മറിച്ച് ഈ പറയുന്നത് പോലെ തന്നെ ഈ കേസിനകത്ത്, അതായത് കേസിനകത്ത് കറക്റ്റായിട്ടുള്ള കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഓഡിറ്റർ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നൊരു കേസ് വരികയാണ്, പെട്ടെന്നൊരു ഇഷ്യൂ വരികയാണ് അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ അദാനിയുടെ കേസിനകത്ത് തന്നെ, ഓക്കെ, അദാനിയുടെ സ്റ്റോക്കിൻ്റെ കേസിനകത്ത് തന്നെ ഒരുപാട് റിപ്പോർട്ട്സ് ഒക്കെ വന്നു. ഓക്കെ, ഓവർ സ്റ്റേറ്റ് ആണെന്നുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു കേസ് വരികയാണ്, സെബി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. ഓഡിറ്റർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. വിച്ച് മീൻസ് ആൻഡ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ഓഡിറ്റർ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ഓഡിറ്റ് റിസ്ക്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലാത്തപ്പോൾ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് നോട്ട് ഓഡിറ്റ് റിസ്ക്. ആൻഡ് വാട്ട് ഈസ് കോസ്റ്റ് ഫ്രം അഡ്വേഴ്സ് പബ്ലിസിറ്റി, ലിറ്റിഗേഷൻ, കേസ് തോറ്റു, അതൊക്കെ കാരണം വരുന്ന കോൺസിക്വൻസസും ഓഡിറ്റ് റിസ്കിൻ്റെ പരിധിയിൽ വരുന്നതല്ല. സോ മക്കളെ, ഓഡിറ്റ് റിസ്കിന് നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ ഡിറ്റക്ഷൻ റിസ്ക്. എന്താണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ്, രണ്ടാമത്തെ ഡിറ്റക്ഷൻ റിസ്ക്. ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ഇൻഹറൻറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്. ഇൻഹറൻറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഇൻഹറൻറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്. 2-3 എക്സാമ്പിൾസ് പറയാം, അതിലൂടെ നമുക്ക് കോൺസെപ്റ്റ് നിങ്ങളിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. ഒരു ടോയ് ഷോപ്പ്. ഓക്കെ, ഒരു ടോയ് ഷോപ്പ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടോയ് ഷോപ്പ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, ഒരു ടോയ് ഷോപ്പ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ ടോയ്സ് ഉണ്ട്, ചെറിയ ടോയ്സ്. അതായത് ഈ ചില ആൾക്കാരൊക്കെ കാറിൻ്റെ മുമ്പിലൊക്കെ കുഞ്ഞി കാർസൊക്കെ വെക്കില്ല, നല്ല പൈസ കൂടിയ കാർസും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം അവരുടെ ഒരു 2 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, ടോയ്സ്. 2 ലക്ഷം രൂപയുടെ ടോയ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ബേസിക്കലി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫൈൻ, ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എംപ്ലോയീസ് ചിലപ്പോൾ ഈ ടോയ്സ് എന്ത് ചെയ്യും, ഡിഫാൽക്കേഷൻ നടത്തും. ഡിഫാൽക്കേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ കട്ടെടുക്കും, എംപ്ലോയീസ് ഡിഫാൽക്കേഷൻ. ഈ ഓഡിറ്റർ ആക്ച്വലി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്തിന് ഓഡിറ്ററുടെ മൈൻഡിൽ ഈ ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നു, ഓഡിറ്റർ ഹാവ് ടു ബി എ ക്വസ്റ്റനിങ് മൈൻഡ് ആയിരിക്കണം. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് വിളിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഈ പറയുന്ന എംപ്ലോയീസ് ഈ പറയുന്ന ടോയ്സ് കട്ടെടുത്ത് കഴിഞ്ഞു വെച്ചാൽ ടോയ്സിൻ്റെ എണ്ണം, അതായത് ടോയ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ടോയ്സിൻ്റെ ഈ ഒരു ഇതുണ്ടാവില്ലേ, വാല്യൂ ഉണ്ടാവില്ലേ, ഈ വാല്യൂവും പിന്നെ അതേപോലെ തന്നെ ഒറിജിനലി ഈ പറയുന്നത് പോലെ തന്നെ ഉള്ള, അതായത് ഒറിജിനലിലുള്ള സ്റ്റോക്കും ഇത് രണ്ടും തമ്മിൽ എന്തുണ്ടാവില്ല, യാതൊരു രീതിയിലുള്ള മാച്ചിങ്ങും ഉണ്ടാവില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് എന്തുണ്ടായിരിക്കും, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതൊരു ഇൻഹറൻ്റ് ആയിട്ടുള്ള റിസ്ക് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു നേച്ചർ ഓഫ് ബിസിനസ് കാരണം വന്നിട്ടുള്ള ഒരു റിസ്ക് ആണ്. സോ ദിസ് ഈസ് ആൻ ഇൻഹറൻറ്റ് റിസ്ക്. ഇതൊരു ഇൻഹറൻറ്റ് റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഡിറ്റർ വിചാരിച്ചു ഇങ്ങനെ ഒരു ഇൻഹറൻറ്റ് റിസ്ക് ഉണ്ടാകുന്നത് കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓഡിറ്റർക്ക് മനസ്സിലാക്കി. അപ്പോൾ ആ കേസിനകത്താണ് ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ആ ഒരു ഷോപ്പിലത്തെ ഓണർ പറഞ്ഞത്, സാറേ ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, CCTV ക്യാമറയുണ്ട്. CCTV ക്യാമറയുണ്ട്. സോ CCTV ക്യാമറയിലൂടെ എംപ്ലോയീസ് എന്തെങ്കിലും ഡിഫാൽക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ആൻഡ് ഓൾസോ ഓരോ ടോയ്സിലും ഓരോ ടാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ടാഗ് എന്തിനാന്ന് വെച്ചാൽ ഡിജിറ്റലായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതെടുത്തിട്ട് ആരെങ്കിലും ആ ഒരു ഷോപ്പിന് പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിനകത്ത് എന്ത് ചെയ്യും, വലിയ രീതിയിലുള്ള അലാം, അല്ലെങ്കിൽ നിങ്ങൾ കളേഴ്സ് എന്ന് പറയുന്ന മൂവിയൊക്കെ കണ്ടിട്ടുണ്ടാവും. കളേഴ്സ് മൂവിക്കകത്ത് അല്ലെ ദിലീപ് എന്തോ ഒരു സംഭവം എടുത്ത് പുറത്തോട്ട് പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു അലാം കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ അലാമും കാര്യങ്ങളൊക്കെ അടിക്കും എന്നുള്ള കാര്യം ആര് പറഞ്ഞു, ഈ പറയുന്ന ടോയ് ഷോപ്പിൻ്റെ മുതലാളി പറഞ്ഞു. വിച്ച് മീൻസ് ദാറ്റ് അവർ പറയുകയാണ്, ഞങ്ങൾ വി ഹാവ് പുട്ട് ഇൻ സർട്ടൻ കൺട്രോൾസ്, അല്ലേ, ഈ ഇൻഹറൻറ്റ് റിസ്കിൻ്റെ ഞങ്ങൾക്കും അറിയാം. സോ ആ ഇൻഹറൻറ്റ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കൺട്രോൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൺട്രോൾസ് ഈ പറയുന്നത് പോലെ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ഓഡിറ്റർ നോക്കിയ സമയത്ത് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. CCTV ക്യാമറയിൽ ചില ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ചില സ്പോട്ടുകളൊന്നും CCTV ക്യാമറയിൽ കവേർഡ് അല്ല. ആൻഡ് നോക്കുന്ന സമയത്ത് ചില ടോയ്സിൽ ടാഗ് ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് അവിടെ കൺട്രോൾസ് എന്ന് പറയുന്നതും എന്താണ്, കൺട്രോൾസ് എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ തന്നെ വീക്കാണ്. കൺട്രോൾസ് എന്ന് പറയുന്നത് എന്താണ്, വീക്കാണ്. സോ ഈ കൺട്രോൾസ് വീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ഇവർ വെച്ചിട്ടുള്ള കൺട്രോൾസ് വെച്ചിട്ടും അവർക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്താ, കൺട്രോൾ റിസ്ക് എന്ന് വിളിക്കും. കൺട്രോൾ റിസ്ക് എന്ന് വിളിക്കും. സോ ബേസിക്കലി എന്തൊക്കെ പറഞ്ഞു, നമ്മൾ ഇൻഹറൻറ്റ് റിസ്ക്കും പറഞ്ഞു. ഇൻഹറൻറ്റ് റിസ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺട്രോൾസ് ഒക്കെ നോക്കുന്നതിന് മുൻപേ തന്നെ
ഓഡിറ്റ് പ്രജുഡീഷ്യൽ ആയിട്ട് ഒരു മുൻധാരണയോട് കൂടി നോക്കി കാണുകയാണ്. ദർ ഇസ് എ റിസ്ക്, അവിടെ ഒരു റിസ്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാനായിട്ടുള്ള ഒരു റിസ്ക് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഹറൻറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഈ ഇൻഹറൻറ്റ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് പറഞ്ഞു ഞങ്ങൾ സാറേ ചില കൺട്രോൾസ് വെച്ചിട്ടുണ്ട്. ഈ കൺട്രോൾസ് വെച്ചിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഉണ്ടാകുന്ന മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്, കൺട്രോൾ റിസ്ക്. ക്ലാരിറ്റി ഉണ്ടോ? എടാ ഈ ഇൻഹറൻറ്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും കൂടി ചേർന്നതാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്ത് സംഭവിക്കും, അതായത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്, പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ടോ? വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് സേ ഫോർ എക്സാമ്പിൾ എൻ്റെ ക്ലാസ് കാണുന്ന ഒരു ദീപക് ഉണ്ടെന്ന് വിചാരിക്കുക. ദീപക്, ഓക്കെ, ഹായ് ദീപക്. സോ ദീപക്കിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ദീപക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സോ ദീപക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കകത്ത് ദീപക്കിൻ്റെ ഒരു ആൻറ്റി ഉണ്ട് അല്ലേ. ഇപ്പോൾ ദീപക്കിൻ്റെ ആൻറ്റി ഭയങ്കര ദീപക്കിന് സോപ്പിട്ട് ദീപക്കിനോട് പറഞ്ഞു, ദീപക്കെ നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ ഒരു മകനുണ്ട്. ഓക്കെ, ഒരു മകനുണ്ട്, സേ ഫോർ എക്സാമ്പിൾ സണ്ണി. ഓക്കെ, സണ്ണി എന്നാണ് മകൻ്റെ പേരെന്ന് വിചാരിക്കാം. ഓക്കെ, കഥയും കഥാപാത്രങ്ങളും തീർച്ചയായും സാങ്കല്പിക്കും മാത്രം. ഓക്കെ, സണ്ണീനെ നിൻ്റെ കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് കയറ്റണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ദീപക് പറഞ്ഞു ഓക്കെ ആൻറ്റി, ഞാൻ സണ്ണീനെ എന്ത് ചെയ്യാം, അക്കൗണ്ടൻ്റ് ആയിട്ട് കയറ്റാം എന്നുള്ള കാര്യം പറഞ്ഞു. ആൻഡ് സംഭവം എന്താണെന്ന് വെച്ചാൽ സണ്ണി എന്ന് പറയുന്ന വ്യക്തി ബികോമിൽ സപ്ലിയുള്ള ആളാണ്. ബികോമിൽ സപ്ലി ഒക്കെ ഉള്ള ആളാണ്. ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താന്ന് പോലും അറിയില്ല. പക്ഷെ ദീപക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നോ പറയാൻ പറ്റില്ല. സോ ദീപക് എന്ത് ചെയ്തു, ദീപക് ഈ പറയുന്നത് സണ്ണീനെ അക്കൗണ്ടൻ്റ് ആയിട്ട് കയറ്റി. ഈ സണ്ണിയാണ് ദീപക് ലിമിറ്റഡിലത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഓഡിറ്റർ ഇത് ആദ്യം തന്നെ അറിഞ്ഞു. സണ്ണിയോട് 2 ചോദ്യം ചോദിച്ചപ്പോൾ സണ്ണി എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങളൊന്നും പറയുന്നില്ല. വിച്ച് മീൻസ് ദീപക് ഈ പറയുന്ന ഓഡിറ്റർ, അതായത് ഓഡിറ്റർ ഞാനാണ് ഓഡിറ്റർ എന്ന് വിചാരിക്കുക, രഞ്ജിത്താണ് ഓഡിറ്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ രഞ്ജിത്തിന് തോന്നുവാണ് ദർ ഇസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ്, അവിടെ ഒരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുകയാണ്. ഞാൻ വേഗം ദീപക്കിനെ വിളിച്ചു. എന്താ ദീപക് ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും അറിയാത്ത ഒരാളാണോ നിങ്ങൾ അക്കൗണ്ടൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ദീപക് പറഞ്ഞു സാറേ സണ്ണി മോശമാണെന്ന് ഞങ്ങൾക്ക് പറയാം. സോ ഞങ്ങൾ വേറൊരാളെ വെച്ചിട്ടുണ്ട്, രാജ് എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ടുണ്ട്. രാജ് ഈസ് അവർ ഇൻറ്റേർണൽ ഓഡിറ്റർ. ഓക്കെ, ഞങ്ങളുടെ കിടലനായിട്ടുള്ള ഇൻറ്റേർണൽ ഓഡിറ്ററാണ് രാജ്. വിച്ച് മീൻസ് ദാറ്റ് ഈ പറയുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് വെച്ചിട്ടുള്ള കൺട്രോളാണ് ആര്, രാജ് എന്ന് പറയുന്ന വ്യക്തിയാണ് മാനേജ്മെൻറ്റ് വെച്ചിട്ടുള്ള കൺട്രോൾ. പക്ഷേ രാജും ഭയങ്കര മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, രാജിനും കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് വിചാരിക്കാം. വിച്ച് മീൻസ് അവിടെ എന്തുണ്ട്, കൺട്രോൾ വെച്ചിട്ടും അവിടെ എന്ത് ഒഴിവാക്കാൻ പറ്റുന്നില്ല, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, കൺട്രോൾ റിസ്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പറയുന്ന പോലെ സണ്ണി, അതായത് അക്കൗണ്ടൻ്റ് ഒരു ഇൻഹറൻറ്റ് റിസ്ക് ആണ്. ഈ അക്കൗണ്ടൻ്റ് വരുന്ന തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റർ ആയിട്ടുള്ള രാജിനെ വെച്ചത്, രാജിനും കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, കൺട്രോൾ റിസ്ക്. അപ്പോൾ ഓഡിറ്റർക്ക് മനസ്സിലായി ദർ ഇസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ ഈ പറയുന്നത് പോലെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി എന്ത് ചെയ്യും ഓഡിറ്റർ, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് കൂടുതലാണെന്ന് തോന്നിച്ചാൽ ഓഡിറ്റർ വിൽ ആക്ച്വലി അപ്പോഴേ കൂടുതലായിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യും, ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യും. സോ ദാറ്റ് ഈസ് ഓഡിറ്റ് വിൽ ആക്ച്വലി ഡിറ്റക്ട് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എവിടെയാണുള്ളത് എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഓഡിറ്റർ അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ലെങ്കിൽ, ഓഡിറ്റർ അങ്ങനെ നോക്കിയിട്ട് ഓഡിറ്റർക്ക് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ലെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ഡിറ്റക്ഷൻ റിസ്ക്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുന്നത്. ക്ലാരിറ്റി ഉണ്ടോ? ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻഹറൻറ്റ് റിസ്ക് ഇൻറ്റു കൺട്രോൾ റിസ്ക് അല്ലേ, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻറ്റു ഡിറ്റക്ഷൻ റിസ്ക് വിൽ ഗീവ്സ് വാട്ട്, ഓഡിറ്റ് റിസ്ക്. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ഓഡിറ്റ് റിസ്ക്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വായിച്ച് നോക്കാം, ഓഡിറ്റ് റിസ്കിനെ കുറിച്ച് സംസാരിക്കാം. ഓഡിറ്റ് റിസ്ക് പറഞ്ഞു, ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ദാറ്റ് ആസ് ദ റിസ്ക് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ് പ്രയർ ടു ദ ഓഡിറ്റ്. അല്ലെ, ഓഡിറ്റിന് മുൻപേ തന്നെ ഞാൻ മുൻധാരണ വയ്ക്കുകയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. എക്സസൈസ് എയ്തർ ഡ്യൂ ടു എനി അൺഇൻറ്റൻഷണൽ എറർ ഓർ എനി ഓർഗനൈസ്ഡ് ഫ്രോഡ്. അല്ലേ, സണ്ണി പാവമാണ്, സണ്ണി ഇന്നസെൻ്റ് ആണ്. സണ്ണി എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഫ്രോഡലൻ്റ് ആയിട്ട് ഈ പറയുന്ന ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നില്ല, അങ്ങേർക്ക് അറിയില്ല. ഓക്കെ, അങ്ങേർക്ക് അറിയില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അങ്ങേർക്ക് അറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ എംപ്ലോയീസ് കാര്യം കട്ടെടുക്കുക എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫ്രോഡ് ആയിരിക്കാം. ഓക്കെ, ദിസ് മേ ഓൾസോ എക്സിസ്റ്റ് അറ്റ് 2 ലെവൽസ്. അറ്റ് ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലെവൽ, മൊത്തത്തിൽ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലെവലിൽ നടക്കും. വിച്ച് മീൻസ് ദാറ്റ് ബൈജൂസ് നടത്തിയ പോലെ, ബൈജൂസ് ആക്ച്വലി ഈ പറയുന്ന റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ഒരു AS9 ഈ പറയുന്നത് ഫോളോ ചെയ്തില്ല, കൺസർവേറ്റീവ്സും ഫോളോ ചെയ്തില്ല. മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലെവലിൽ തന്നെ വലിയ രീതിയിലുള്ള റിസ്ക് വരുവാണ്. ഇറ്റ് റെഫേഴ്സ് ദ പോസിബിലിറ്റി ദാറ്റ് ദ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റ്സ് പെർവാസീവ്ലി,
മൊത്തത്തിൽ ഹോൾ എല്ലാ ഐറ്റംസിനെയും റിലേറ്റ് ചെയ്യുന്നത് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് എ ഹോൾ ആൻഡ് മേ പൊട്ടൻഷ്യലി എഫക്ട് മൾട്ടിപ്പിൾ അസേഷൻസ്. പല അസേഷൻസിനെയും അത് ബാധിക്കുന്നുണ്ട്, പല മാനേജ്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻസിനെയും ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അറ്റ് ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലെവൽ എന്നതിനെ വിളിക്കുന്നത്. അറ്റ് അസേഷൻ ലെവൽ എന്ന് പറയുന്നത് ഓരോ ട്രാൻസാക്ഷൻസുമാണ്. ഇറ്റ് റെഫേഴ്സ് ദ പോസിബിലിറ്റി ദാറ്റ് ദ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് മേ എക്സിസ്റ്റ് വൈൽ ക്ലാസിഫൈങ് ദി ട്രാൻസാക്ഷൻസ്, കാൽക്കുലേറ്റിംഗ് ബാലൻസസ് ഓർ ഡിസ്ക്ലോസിംഗ് സം മെറ്റീരിയൽ ഇൻഫർമേഷൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്ലാസിഫൈങ് ദി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, സണ്ണിക്ക് അറിയില്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് അറിയില്ല. സണ്ണി ആക്ച്വലി ഒരു പ്രിൻ്റർ മേടിച്ചത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഇട്ടു. എൻ്റെ മുകളിൽ ഡെപ്രീസിയേഷൻ ചാർജ് ചെയ്തു. 4000 രൂപയുടെ പ്രിൻ്ററാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ മുകളിൽ അവിടെ എന്തുണ്ട്, മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതാണ് അസേർഷൻ ലെവൽ എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. കാൽക്കുലേറ്റിംഗ് ബാലൻസസ് ഓർ ഡിസ്ക്ലോസിങ് സം മെറ്റീരിയൽ ഇൻഫർമേഷൻ. അതായത് കണ്ടിൻജന്റ് ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്, പക്ഷേ അത് ഡിസ്ക്ലോസ് ചെയ്തില്ല. അതും എന്ത് തന്നെയാണ്, അതും ഒരു അസേർഷൻ ലെവലിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണ്. SC 315 ഐഡൻറ്റിഫൈങ് ആൻഡ് അസസിങ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത SC ആണ്. ത്രൂ അണ്ടർസ്റ്റാൻഡിംഗ് ദ എൻറ്റിറ്റി, അല്ലെ, ത്രൂ അണ്ടർസ്റ്റാൻഡിംഗ് ദ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്, ഓഡിറ്റർ ഷാൾ പെർഫോം റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ അറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അസേർഷൻ ലെവൽ. സോ ആദ്യം ഓഡിറ്റർ എന്ത് പെർഫോം ചെയ്യണം, ഓഡിറ്റർ ഹാവ് ടു പെർഫോം റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്. Risk assessment procedures by themselves, however, do not provide sufficient and appropriate audit evidence of which to base the audit opinion. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓഡിറ്റർ, അതായത് അവിടെ ഇങ്ങനെ കള്ളത്തരം കാണിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കള്ളത്തരം കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? വിച്ച് മീൻസ് ആൻഡ് ഓഡിറ്റർക്ക് കറക്റ്റായിട്ട് ഫർദർ ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയർ കൂടെ പെർഫോം ചെയ്താൽ മാത്രമേ അവിടെ ശരിക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറിനകത്ത് വരുന്ന താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സിനകത്ത് എന്ത് ചെയ്യുന്നത്, റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സിനകത്ത് വരുന്നത്. ഓക്കെ, താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്